പാർത്തി ഒരു മായാലോകത്ത് എന്നപോലെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു. എന്നാൽ വിരലുകൾ അവളെ സ്പർശിക്കുന്നതിനു തൊട്ടുമുമ്പ് അവൻ ബ്രേക്കിട്ടതുപോലെ നിന്നു. ഈ കാണുന്നതൊന്നും സ്വപ്നമല്ല എന്നും തൻ്റെ വിവാഹം രാവിലെ കഴിഞ്ഞുവെന്നും അവൻ്റെ ഓർമ്മയിലേക്കെത്തി. സ്വയം തലയ്ക്ക് ഒന്നടിച്ചുകൊണ്ട് അവൻ പിന്നിലേക്ക് മാറി. ചെയ്യാൻ പോയ പ്രവൃത്തിയെപ്പറ്റി അപ്പോഴാണ് അവൻ ബോധവാനായത്. ഡി! അവൻ്റെ അലർച്ചയിൽ ഉറക്കമായിരുന്നവൾ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് ഉണർന്നതിനാൽ തന്നെ അവൾ സ്ഥലകാലബോധമില്ലാതെ ചുറ്റും നോക്കി. ആരോട് ചോദിച്ചിട്ടാടി നീ എൻ്റെ മുറിയിൽ കയറിയത്? ഓരോന്ന് കാണിച്ച് എന്നെ വശീകരിക്കാമെന്ന് കരുതിയോ? അവൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അതിനാൽ തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് നിന്നു. വീണ്ടും വീണ്ടും അവളുടെ വയറിലേക്ക് പോകുന്ന കണ്ണുകളെ നിയന്ത്രിച്ചുകൊണ്ട് ആ ദേഷ്യം കൂടി അവൻ അവളോട് തീർത്തു. മുത്തശ്ശിയാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം പോയി കിടന്നോളാം. അവളുടെ ആ വാക്കുകളിൽ അവൻ പെട്ടെന്ന് ഞെട്ടി. അവളെ മുറിയിൽ നിന്നും ഇറക്കി വിട്ടാൽ ഉറപ്പായും അച്ചമ്മ ഇതിൻ്റെ പേരിൽ നാളെ സത്യാഗ്രഹം ഇരിക്കുമെന്ന് അവന് തോന്നി. താഴേക്ക് ചെന്ന് അച്ചമ്മയെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിക്കാനല്ലേ? ആ കാണുന്ന ചെറിയ കട്ടിലിൽ കയറി കിടന്നോ. പിന്നെ ഈ മുറിക്കകത്ത് എപ്പോഴും മാന്യമായി വസ്ത്രം ധരിക്കണം. ഇങ്ങനെ ഓരോന്ന് കാണിച്ചു നടന്നിട്ട് അവസാനം എന്നെ കുറ്റം പറയരുത്. പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. താൻ ധരിച്ച വേഷത്തിൻ്റെ കുറ്റമെന്ത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾക്കിട്ട് ഒന്ന് പൊട്ടിക്കാൻ തോന്നിയെങ്കിലും നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവനത് വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം മുന്നോട്ട് നടന്നു വന്നു. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് വേണി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കൂടി കണ്ടതും വല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി. അവൻ തന്നെ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് അവൾ പിന്നിലേക്ക് മാറാൻ തുടങ്ങി. എന്നാൽ വേഗത്തിൽ നടന്ന് അവളുടെ അടുത്തെത്തിയ പാർത്തി അവളുടെ ദേഹത്തു നിന്നും മാറിക്കിടന്ന സാരി നേരെ പിടിച്ചിട്ടു. അപ്പോഴാണ് അവൾക്ക് അവൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. താൻ അവനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നതായിരുന്നു എന്നാണ് അവൻ്റെ ധാരണ എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും അവൻ ഒരു ടവലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി പോയിരുന്നു. അവൻ പോയത് കണ്ടതും അവൾ ഒരിഞ്ച് പോലും അനങ്ങാതെ അങ്ങനെ നിന്നുപോയി. ഇയാൾ ഈ പാതിരാത്രി കുളിക്കാൻ പോവുകയാണോ? ചിന്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞ ചെറിയ കട്ടിലിലേക്ക് കയറി കിടന്നു. അകത്ത് ബാത്റൂമിൽ കയറിയവൻ ഷവർ ചുവട്ടിൽ നിന്ന് ചൂടായ തന്നെ തണുപ്പിക്കുകയായിരുന്നു. മനഃപൂർവ്വം തന്നെയാണ് അവളോട് ദേഷ്യപ്പെട്ടത്. ഇങ്ങനെയൊക്കെ കാണിച്ചു കിടന്നാൽ ചിലപ്പോൾ കുടിച്ചു ബോധമില്ലാതെ വരുന്ന താൻ അവളെ വല്ലതുമൊക്കെ ചെയ്തു എന്നിരിക്കും. ഇപ്പോൾ അത്യാവശ്യം വെളിവുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്. അച്ചമ്മ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹിമുട്ടി സമ്മതിച്ചുവെങ്കിലും വിവാഹത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. കെട്ടിക്കൊണ്ടുവരുന്നവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. മിക്കവാറും ഉള്ള പെൺകുട്ടികളാണെങ്കിൽ തൻ്റെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലാക്കുമ്പോൾ തന്നെ തിരികെ പോകാനാണ് സാധ്യതയെന്ന് അറിയാമായിരുന്നു. എന്നാൽ ഇതൊരു കൊച്ചുകുട്ടിയെപ്പോലെ തോന്നുന്നു. വായിൽ തോന്നിയതൊക്കെ പറയുകയും 2 തല്ല് കൊടുക്കുകയും ചെയ്താൽ ഭാര്യ ഓടിപ്പോകുമെന്ന് കരുതി. എന്നാൽ ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി ഇതിൽ കൂടുതൽ കടുപ്പത്തിൽ സംസാരിക്കാൻ തനിക്ക് കഴിയില്ല എന്നവന് തോന്നി. അവൻ തല തോർത്തിയതിന് ശേഷം ആ ടവലും ഉടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ഇന്നു മുതൽ അവളും മുറിയിലുണ്ടല്ലോ എന്നോർത്തത്. അവൻ നോക്കുമ്പോൾ അവൾ തലവഴി പുതപ്പിട്ട് കിടക്കുകയാണ്. അവൻ അലമാരയിൽ നിന്നും ഒരു മുണ്ടെടുത്തെടുത്തു. രാത്രി മുറിയിൽ ഷർട്ട് ഇടുന്നത് പതിവില്ല. ഇടണോ വേണ്ടയോ എന്ന സംശയത്തിൽ അവൻ അല്പസമയം ആലോചിച്ചു. ഇതെൻ്റെ മുറിയല്ലേ, ഞാനെന്തിനാ വല്ലവർക്കും വേണ്ടി സ്വയം മാറുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ കട്ടിലിലേക്ക് വീണു. 12 മണിയായിട്ടും അന്നും മഹേഷും സുനിയും പിരിഞ്ഞു പോയില്ല. പാർത്തി ഇന്ന് നേരത്തെ വീട്ടിൽ പോയതിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു അവർ. ഉറപ്പായും അവൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോയതാവും. അതുപോലെ ഒരു ഉരുപ്പടിയെ വിട്ട് കളയാൻ മാത്രം മണ്ടത്തരമൊന്നും അവൻ കാണിക്കില്ല. പാതിബോധത്തിൽ സുനി പറഞ്ഞു. എന്തൊരു പെണ്ണാളിയാ, അവന് ഇത്രയും നല്ല പെണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. മഹേഷിന് അപ്പോഴും അവൻ തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച ദേഷ്യം മാറിയിട്ടില്ല. നിനക്കറിയില്ലേ അവൻ്റെ ആരോഗ്യം? അവൻ്റെ ഒറ്റ പെർഫോമൻസിൽ പെണ്ണ് തട്ടിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു. അവളെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് തൊടാൻ തോന്നി. മുഖം കണ്ട കൊച്ചു പെണ്ണിനെ പോലെ തോന്നുമെങ്കിലും നല്ല ഷേപ്പുണ്ട്. മഹേഷ് അവളുടെ രൂപം മുഴുവൻ കണ്ണുകളിലേക്ക് ആവാഹിച്ചു കൊണ്ട് പറഞ്ഞു. പറഞ്ഞു കൊതിപ്പിക്കാതെ, അവൻ്റെ ഒരു യോഗം.
അപ്പോഴേക്കും രണ്ടും ഏകദേശം ഓഫായിരുന്നു. മഹേഷ് ഉറക്കമായി എന്നറിഞ്ഞതും സുനിയും അവിടെ തന്നെ കിടന്നു. ഏതോ ഒരു ഭക്തിഗാനം കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. ഈശ്വരമഠത്തിൽ ദിവസവും രാവിലെ ഭക്തിഗാനം വെക്കുന്ന പതിവുണ്ട്. എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൾ പാർത്തിയെ നോക്കി. ഈ പാട്ടൊന്നും കേൾക്കാതെ അവൻ നല്ല ഉറക്കമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഷർട്ടിടാതെ കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ ദേഹത്തു നിന്നും മുഖം മാറ്റി. അവൻ എഴുന്നേൽക്കുന്നതിനു മുൻപ് തന്നെ മുറിയിൽ നിന്ന് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഇവിടെ അലമാരയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ അതെവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. വലിയൊരു അലമാരയും ചെറിയൊരു അലമാരയുമുണ്ട്. അവൾ അത് വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളെ കൊണ്ട് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ പരാക്രമത്തിനിടയിൽ അവളുടെ കൈ തട്ടി തലേ ദിവസം കൊണ്ടുവന്ന പാൽ ഗ്ലാസ് താഴെ വീണു. ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ പാർത്തി കണ്ണു തുറന്നു. ഇതൊന്നും അറിയാതെ അവൾ താഴെ വീണ പാൽ തുടയ്ക്കുകയാണ്. എറിഞ്ഞു പൊട്ടിച്ചാലോ എന്ന പേടി കാരണം കമല പ്ലാസ്റ്റിക് ഗ്ലാസ്സിലായിരുന്നു പാല് കൊടുത്തു വിട്ടത്. നീ രാവിലെ തന്നെ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയോ? എഴുന്നേറ്റ പാടെ താൻ ഉടുത്ത മുണ്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ചോദ്യത്തിന് തലേ ദിവസത്തേക്കാളും മയമുണ്ട് എന്നവൾക്ക് തോന്നി. അത് എനിക്ക് അലമാര തുറക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഡ്രസ്സ് എവിടെയാണ് എന്നറിയാമോ? അവൾ ധൈര്യം സംഭരിച്ച് അവനോട് ചോദിച്ചു. അവൻ എന്തോ പല്ലിനിടയിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്ന് ചെറിയ അലമാര തുറന്നു കാണിച്ചു. അതിനുശേഷം വീണ്ടും ചെന്ന് ബെഡിലേക്ക് വീണു. അവൻ കിടന്നു എന്ന് കണ്ടതും അവൾക്ക് ആശ്വാസം തോന്നി. പെട്ടെന്ന് തന്നെ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ നല്ല ഉറക്കമാണെന്ന് മനസ്സിലായതും മുഖത്ത് അല്പം പൗഡറിട്ട് സിന്ദൂരവും ചാർത്തിക്കൊണ്ട് അവൾ താഴേക്ക് പോയി. രാവിലെ കുളി കഴിഞ്ഞ് സിന്ദൂരം ഇടണമെന്ന് മുത്തശ്ശി അവളെ പഠിപ്പിച്ചിരുന്നു. രാവിലെ അടുക്കളയിൽ ആദിയോടെ നിന്നിരുന്ന കമലയ്ക്ക് പുഞ്ചിരിയോടെ വരുന്ന അവളെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി. തലേ ദിവസം ഈ പെൺകുട്ടിയെ ഓർത്ത് ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവൻ നിന്നെ ഉപദ്രവിച്ചതൊന്നുമില്ലല്ലോ മോളെ? അവർ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവളില്ല എന്ന് തലയാട്ടി. ചെറിയ കട്ടിലിൽ കിടന്നോളാൻ പറഞ്ഞു. അവൾ പറഞ്ഞപ്പോഴാണ് അവർക്കും ആശ്വാസമായത്. ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നെങ്കിലും അവൻ അവളെ ശാരീരികമായി ഉപദ്രവിക്കുമോ എന്ന ഭയവും കമലയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈശ്വരമഠത്തിൽ വീട്ടുജോലിക്ക് 2 സ്ത്രീകളുണ്ട്. അവരുടെ മേൽനോട്ടം മാത്രമേ കമല നോക്കാറുള്ളൂ. അവർ ഫ്ലാസ്കിൽ നിന്നും ഒരു ഗ്ലാസ്സിൽ ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ടതും അവർക്കും ആശ്വാസം തോന്നി. കണ്ണനും കൂടി ചായ കൊണ്ടുകൊടുക്ക് മോളെ. അവരുടെ വാക്കുകൾ കേട്ടതും അവൾ ഒരു ഗ്ലാസ് ചായ ഒഴിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് അപ്പോൾ ഉച്ചത്തിലായിരുന്നു. ചായയുമായി അവൻ്റെ മുന്നിലേക്ക് പോകാൻ അവൾക്ക് ഭയം തോന്നി. അവന് ഈ വിവാഹം ഇഷ്ടമായില്ല എന്നത് അവൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അത് സരസ്വതി അമ്മയും അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം തന്നെയായിരുന്നു. എങ്കിലും തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾ തൻ്റെ ഭർത്താവാണ് എന്ന ബോധം അവളുടെ ഉള്ളിലുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന തൻ്റെ മുത്തശ്ശിയുടെ വാക്കുകളും അവൾ ഓർത്തു. അപ്പോഴേക്കും അവൾ വാതിലിനു മുന്നിൽ എത്തിയിരുന്നു. വാതിൽ ചാരിയിട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അത് തുറന്ന് അവൾ അകത്തേക്ക് കയറി. അപ്പോഴും തലേ ദിവസത്തെ അവൻ്റെ ദേഷ്യം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. സരസ്വതി അമ്മയെ ഭയന്ന് മാത്രമാണ് അവൻ തന്നെ മുറിയിൽ കിടത്തിയിരിക്കുന്നത് എന്ന് അവൾക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ താൻ ഭാര്യയുടെ അവകാശങ്ങൾ കാണിക്കാൻ ചെന്നാലോ? ഒരു വിറയലോടെ അവൾ മുന്നോട്ട് നടന്നു. ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെയാണ് കണ്ടത്. അവനൊരു ടവൽ മാത്രമേ ഉടുത്തിട്ടുള്ളൂ. അവൾ അവിടെ നിൽക്കണോ തിരിഞ്ഞു പോകണോ എന്നൊരു വെപ്രാളത്തിൽ അവിടെ തന്നെ നിലയുറച്ചുപോയി. ആദ്യമായാണ് അവൾ അങ്ങനെ ഒരു പുരുഷനെ കാണുന്നത്. അതും അവനെപ്പോലെ ഒത്ത പൊക്കവും അതിനൊത്ത ഉറച്ച ശരീരവും ഉള്ള ഒരാളെ. അവളുടെ കണ്ണുകൾ സൂര്യൻ്റെ ലോക്കറ്റോടു കൂടിയ അവൻ്റെ സ്വർണ്ണമാലയിൽ പതിഞ്ഞു. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഡി! അവൻ്റെ ഒറ്റ വിളിയിൽ അവളുടെ കയ്യിൽ നിന്നും ചായ താഴെ പോയി. അതുകൂടിയായപ്പോൾ അവൾ പേടിയോടെ അവനെ നോക്കി. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? നേരത്തെ പാല് തട്ടിച്ചരിപ്പിച്ചു. ഇപ്പോൾ അതാ താഴെ നിന്നും ചായ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചിരിക്കുന്നു.
കപ്പും പൊട്ടിച്ചു. അവൻ്റെ ഒച്ച ഉയർന്നപ്പോൾ അവളുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. അതുകൂടി കണ്ടതും അവൻ്റെ ദേഷ്യം അനിയന്ത്രിതമായി. രാവിലെ എൻ്റെ മുന്നിൽ വന്ന് പൂങ്കണ്ണീരൊഴിക്കാതെ എങ്ങോട്ടാ എന്ന് വെച്ചപ്പോ എൻ്റെ മുന്നിൽ നിന്ന്. അവനത് പറഞ്ഞതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ഇത് വൃത്തിയാക്കാൻ ഇനി ആര് വരും? വൃത്തിയാക്കിയിട്ട് നീ പോയാൽ മതി. ആരെങ്കിലും കണ്ട ഞാൻ എറിഞ്ഞു പൊട്ടിച്ചതാണെന്നേ പറയൂ. അവൾ കപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം എടുത്തതിന് ശേഷം രാവിലെ തുടച്ച തുണി തന്നെ ബാത്റൂമിനുള്ളിൽ കയറി കഴുകി എടുത്തു. കൊണ്ടുവന്ന് ചായ വീണ ഭാഗം വൃത്തിയാക്കി. ചായ, കാപ്പി എന്ന് പറഞ്ഞ് നീ എൻ്റെ പിന്നാലെ നടക്കേണ്ട. എൻ്റെ കാര്യങ്ങളൊക്കെ നീ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നടന്നോളൂ. ഒരു പരിധിക്കപ്പുറം അവളോട് ദേഷ്യപ്പെടാനോ അവളുടെ ദേഹം നോവിക്കാനോ അവന് തോന്നിയില്ല. എന്നാൽ അവളായി തന്നെ തിരികെ പോകുന്നു എങ്കിൽ പോകട്ടെ എന്ന ചിന്തയും അവനിലുണ്ടായിരുന്നു. തനിക്കൊരിക്കലും അച്ചമ്മയുടെ വാക്ക് ധിക്കരിച്ച് അവളെ ഇറക്കി വിടാൻ കഴിയില്ല. അവൾ പൊട്ടിയ കപ്പ് വേസ്റ്റ് ബിന്നിൽ ഇട്ടതിന് ശേഷം താഴേക്കിറങ്ങിപ്പോയി. അവൾ പോയി കഴിഞ്ഞതും അവന് സത്യത്തിൽ അവളോട് സഹതാപം തോന്നി. വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ വേണിയേക്കാളും ചെറിയ കുട്ടിയാണെന്ന് അവന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് താൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ പലതും മാറ്റിയത്. വാക്കുകൾ കൊണ്ട് ക്രൂരമായി നോവിക്കണമെന്നും ഏതു വിധേനയും ഇവിടെ നിന്ന് പറഞ്ഞുവിടണമെന്നും കരുതിയതാണ്. എന്നാൽ മടിയിലിരുത്തി ഓമനിക്കാൻ തോന്നുന്ന തക്കമുഖമുള്ള ഒരുവളോട് ഇതിലും കടുപ്പത്തിൽ എന്തു പറയാൻ? അപ്പോൾ തന്നെ മനസ്സ് കല്ലാക്കിയാണ് സംസാരിക്കുന്നത്. അവൻ എല്ലാ ദിവസത്തെയും പോലെ ഡ്രസ്സ് മാറി താഴേക്കിറങ്ങിച്ചെന്നു. കരിനീല നിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. അല്പം വളർന്നു കിടക്കുന്ന മുടിയും നല്ല കട്ടിമീശയും ക്ലീൻ ഷേവ് ചെയ്ത താടിയും. ഷർട്ടിൻ്റെ ആദ്യത്തെ 2 ബട്ടൺസ് തുറന്ന് കിടന്നിരുന്നതിനാൽ തന്നെ അവൻ്റെ സ്വർണ്ണമാല പുറത്തേക്ക് കാണാമായിരുന്നു. അതിനൊപ്പം തന്നെ വലതു കൈയിൽ കിടക്കുന്ന ഇടിവളയും ഇടതു കൈ വിരലിലെ മരതകം പതിപ്പിച്ച മോതിരവും അവൻ്റെ ഇടുപ്പ് കൂട്ടി. മാലയും മോതിരവും അവനായി സരസ്വതി അമ്മ പണിയിപ്പിച്ചതാണ്. കണ്ണാ. പുറത്തേക്ക് പോകാൻ ഇറങ്ങിയവൻ അച്ചമ്മയുടെ ഒറ്റ വിളിയിൽ നിന്നു. കുട്ടിയുമായി ക്ഷേത്രത്തിൽ പോയിട്ട് വാ. ചില വഴിപാടുകളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ജന്മത്തിൽ നിന്റെ കല്യാണം നടക്കുമെന്ന് കരുതിയതല്ലല്ലോ. അവരുടെ വാക്കുകൾ കേട്ടതും അവൻ മറുപടി എന്തു പറയണമെന്നറിയാതെ അവിടെ നിന്നു. എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകണം. അച്ചമ്മ ക്ഷേത്രത്തിൽ നാളെ പോയാൽ പോരെ? അവൻ വെറുതെ ഒന്ന് പരിശ്രമിച്ചു നോക്കി. എന്തത്യാവശ്യമായാലും അത് പിന്നേക്ക് മാറ്റിവെച്ചോളൂ. നീ ഒന്ന് ക്ഷേത്രത്തിൽ കയറിയിട്ട് എത്ര നാളായി? അവർ പിന്മാറില്ല എന്ന് കണ്ടതും അവൻ അവിടെയുള്ള കസാരയിലേക്കിരുന്നു. കുട്ടി പെട്ടെന്ന് പോയി വേഷം മാറി വന്നോളൂ. വേണി കൂടി സഹായിക്കും. അവർ പറഞ്ഞതും വേണി അവളുടെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു. അവൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് എങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമെന്നാണ് അവൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയെങ്ങാനും തന്നെ കളഞ്ഞിട്ട് വരുമോ എന്ന ഭയവും അവൾക്കുണ്ടായിരുന്നു. അവൻ്റെ ഷർട്ടിന് ചേർന്ന നിറത്തിലുള്ള ബ്ലൗസും സ്വർണ്ണക്കസവ് വരുന്ന സെറ്റുമുണ്ടും ധരിച്ച് ഇറങ്ങി വരുന്നവളെ എല്ലാവരും ഒരു നിമിഷം കണ്ണുമിഴിച്ചു നോക്കി. വേണി അവളുടെ കലാവിരുത് അവളിൽ നന്നായി തന്നെ പ്രകടമാക്കിയിരുന്നു. വിവാഹത്തിനിട്ട സ്വർണത്തിൽ നിന്നും അത്യാവശ്യം വലിയ ഒരു മാലയും 2 വളകളും അവൾ ധരിച്ചിരുന്നു. വെള്ളക്കല്ല് വെച്ച വലിയ ജിമിക്ക് അവൾക്ക് നന്നായി തന്നെ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഒന്ന് ക്ഷേത്രത്തിൽ പോകുന്നതിന് ഇത്ര ഒരുക്കമൊന്നും വേണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ധനലക്ഷ്മി പറഞ്ഞപ്പോൾ സരസ്വതി അമ്മ അവളെ രൂക്ഷമായി നോക്കി. കണ്ണ് കിട്ടാതിരിക്കട്ടെ, അവർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും അല്പം കരിയെടുത്ത് ചെവിക്ക് പിന്നിലായി പുരട്ടി. അതുകൂടിയായപ്പോൾ ധനലക്ഷ്മി ദേഷ്യത്തോടെ തൻ്റെ അമ്മയെ നോക്കി. അവർ നിശബ്ദയായി നിൽക്കുകയായിരുന്നു. ഇറങ്ങാം. അവൻ്റെ സ്വരം അവിടെ കേട്ടതും അവൾ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. പോകുന്ന വഴിക്ക് അല്പം മുല്ലപ്പൂ കൂടി വാങ്ങിക്കൊടുക്കണേ. വേണി വിളിച്ചു പറഞ്ഞതും അവൻ രൂക്ഷമായി ഒന്ന് നോക്കി. അതോടെ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവൾ തൻ്റെ അമ്മയുടെ പിന്നിലൊളിച്ചു. ആരെ കാണിക്കാനാ ഈ കെട്ടുകാഴ്ച? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ ചോദിച്ചപ്പോൾ അവൾ കണ്ണു നിറച്ചു. വേണി പറഞ്ഞിട്ടാ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവളോട്. പിന്നെ അവൻ ഒന്നും മിണ്ടിയില്ല. കരഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്നാൽ അതൊരു ചർച്ചാ വിഷയമാകുമെന്ന് അവന് തോന്നി. അവൻ അവളെ ഒഴിവാക്കുന്നത് വരെ ആർക്കും ഒരു രീതിയിലും സംശയം തോന്നരുത്. അതുകൊണ്ട് അവൻ പിന്നെ നിശബ്ദനായി ഡ്രൈവ് ചെയ്തു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ കണ്ടു ആൽത്തറയിൽ ഇരുന്ന് വായി നോക്കുന്ന സുനിയെയും മഹേഷിനെയും. രാവിലെ കുളിച്ചൊരുങ്ങി ഭാര്യയുമായി ക്ഷേത്രത്തിൽ വന്നവനെ കണ്ടതും അവരും ഞെട്ടി.
മഹേഷിൻ്റെ കണ്ണുകൾ സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിന്നു. ഓരോ തവണ അവളുടെ സൗന്ദര്യം കാണുമ്പോഴും മഹേഷിന് പാർത്തിയോട് വല്ലാത്ത അസൂയയോ പകയോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. തങ്ങളോട് അവളെ ഇഷ്ടമല്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇന്നലെ അവളുമായി ആദ്യ രാത്രി ആഘോഷിച്ചു കാണുമെന്ന് അവൻ ചിന്തിച്ചു. ക്ഷേത്രമുറ്റം വരെ വന്നതുകൊണ്ട് തന്നെ പാർത്തി അവൾക്കൊപ്പം അകത്തേക്ക് കയറി. അവൾക്കും അവനും പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇരുവരും പ്രാർത്ഥന കഴിഞ്ഞ് വേഗം പുറത്തേക്കിറങ്ങി. എന്തായാലും ഇവൻ വലുതായിട്ട് അവളെ തൊട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൾ രണ്ടു കാലിൽ ഇങ്ങനെ നടക്കില്ല. സുനി മെല്ലെ പറഞ്ഞതും മഹേഷ് തലയാട്ടിക്കൊണ്ട് ഇരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റു. കല്യാണം കഴിഞ്ഞപ്പോൾ നിന്നെ പുറത്തേക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ. സുനിയുടെ ചോദ്യം കേട്ട് ചൊറിഞ്ഞു കയറി വന്നുവെങ്കിലും ക്ഷേത്രമായതുകൊണ്ട് പാർത്തി സ്വയം നിയന്ത്രിച്ചു. മഹേഷിൻ്റെ നോട്ടം വല്ലാതെ അവളിൽ പതിക്കുന്നുവെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പാർത്തി പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നതും കണ്ടുകൊണ്ടിരുന്ന കാഴ്ച തടസ്സപ്പെട്ട ദേഷ്യത്തിൽ മഹേഷ് പെട്ടെന്ന് അവളുടെ വയറ്റിൽ നിന്നും കണ്ണെടുത്തു. പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ അവൻ വേഗം കാറിൽ കയറിയതും അവൻ്റെ പിന്നാലെ തന്നെ അവളും ചെന്നിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അതിൻ്റെ കാരണം മനസ്സിലായില്ല എങ്കിലും തന്നോടുള്ള ദേഷ്യം കൊണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞില്ലേ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന്. ആരെ വശീകരിക്കാനാണ് ഇതൊക്കെ പുറത്തിട്ട് നടക്കുന്നത്? അവൻ്റെ ചോദ്യത്തിൽ അവൾ ഉരുകിപ്പോയി. ഞാനെന്താ ചെയ്തത്? അവൾ കണ്ണീരോടെ ചോദിച്ചതും അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയതിനു ശേഷം അവളിലേക്കൊന്ന് ചാഞ്ഞിരുന്നു കൊണ്ട് അനാവൃതമായ ആ ഭാഗം മറച്ചിട്ടു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും വലിച്ചു കയറ്റണ്ട എന്ന് പറയുന്നത്. നിനക്ക് വല്ല ചുരിദാറും ഇട്ടാൽ പോരായിരുന്നോ? എന്നിട്ടും ഒന്നും മനസ്സിലാവാത്തതുപോലെ കണ്ണും തള്ളിയിരിക്കുന്ന അവളെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നർത്ഥത്തിൽ അവനൊന്ന് നോക്കി. നിനക്കെത്ര വയസ്സുണ്ട്? 18. ആ വെളിപ്പെടുത്തലിൽ അവൻ ഞെട്ടിപ്പോയി. ഇത്രയും പ്രായം കുറവായിരിക്കുമെന്ന് അവൻ ഊഹിച്ചിരുന്നില്ല. 21 വയസ്സെങ്കിലും കാണുമെന്ന് കരുതി. ഇത്രയും ചെറിയ കുട്ടിയെയാണ് അച്ചമ്മ തനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് എന്നാലോചിച്ചപ്പോൾ അവന് അച്ചമ്മയോട് പോലും ദേഷ്യം തോന്നി. തൻ്റെ എല്ലാ സ്വഭാവവും അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു കൊച്ചുകുട്ടിയെ തനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് വലിയ തെറ്റ് തന്നെയാണെന്ന് അവൻ കരുതി. അവൻ മുന്നിലിരിക്കുന്നവളെ നോക്കി. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരിയാണ്. ഇവളെ എങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? സാധാരണ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെക്കാളും അവൾ കുറച്ചുകൂടി ഉൾവലിഞ്ഞ സ്വഭാവക്കാരിയാണെന്ന് അവന് മനസ്സിലായി. പുറത്തേക്കിറങ്ങുമ്പോൾ എപ്പോഴും സ്വന്തം ശരീരം ശ്രദ്ധിക്കണം. മുന്നിൽ നിൽക്കുന്നവരുടെ നോട്ടം എങ്ങനെ ഉള്ളതാണ് എന്ന് നിരീക്ഷിക്കണം. ക്ഷേത്രത്തിൽ വെച്ച് അവൻ നിന്റെ വയറിലേക്കാണ് നോക്കിക്കൊണ്ട് നിന്നത്. എന്നാൽ നീ അത് അറിഞ്ഞതുപോലും ഉണ്ടായില്ല. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കാര്യം താൻ അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ ഒപ്പമുള്ളവരൊന്നും നല്ലവരല്ല. എൻ്റെ കൂട്ടുകാരാണെന്ന് കരുതി ആരെയും വിശ്വസിക്കുകയും വേണ്ട. തറവാട്ടിന് മുന്നിലേക്ക് എത്താറായപ്പോൾ അവൻ അത്രയും കൂടി പറഞ്ഞു. താൻ പറഞ്ഞതിന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നവളെ അവൻ ദയയോടെ നോക്കി. താൻ തൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കി വിട്ടാൽ അവളുടെ ഭാവി എങ്ങനെയാകുമെന്ന് അവൻ ചിന്തിച്ചു. രണ്ടാം കെട്ടുകാരി എന്ന ലേബൽ അവളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാകും. അവൻ്റെ മനസ്സ് പുകയാൻ തുടങ്ങി. അവളെ ഉപേക്ഷിക്കാതെ ഇരുന്നാലോ? പക്ഷേ താൻ അവളെ ഉപേക്ഷിക്കുന്നതിലും ക്രൂരതയായിരിക്കും അവൾക്ക് തന്നോടൊപ്പമുള്ള ജീവിതം. ആ ചിന്തയിൽ തന്നെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ റിവേഴ്സ് എടുത്തു പോയി. എത്തിയോ? അവൻ എവിടെ? നിന്നെ ആക്കിയിട്ട് തിരികെ പോയോ? സരസ്വതി അമ്മയുടെ ചോദ്യം കേട്ടതും അവൾ അതെ എന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അവളുടെ മനസ്സിൽ എന്തോ ദുഃഖമുണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും തൻ്റെ ഭാഗത്തുകൂടി തെറ്റുള്ളതിനാൽ തന്നെ അപ്പോൾ അവർ ഒന്നും ചോദിച്ചില്ല. തൻ്റെ മുറിയിലെത്തി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു മന്ത്ര. കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. വയറിൻ്റെ പകുതി ഭാഗത്തോളം പുറത്തു കിടക്കുകയാണ്. അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇത്രത്തോളം കുഴപ്പമുണ്ടായിരുന്നില്ല. കാറിൽ ഇരുന്നതിന് ശേഷം എഴുന്നേറ്റപ്പോൾ സാരി തെന്നി മാറിയതാകാം എന്നവൾക്ക് തോന്നി. താൻ ഒരു മോശം പെണ്ണാണെന്ന് അവൻ ചിന്തിച്ചിരിക്കുമോ എന്നവൾ ഭയന്നു.
സാരി ഉടുത്ത് നടന്ന് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. നിറഞ്ഞു തൂകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വസ്ത്രം മാറാൻ തുടങ്ങി. താഴേക്ക് പടികളിറങ്ങി വരുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന വേണിയെ മന്ത്ര കണ്ടു. ഉള്ളിലെ വേദന മറച്ചു പിടിച്ചുകൊണ്ട് അവൾ വെറുതെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഈ ചിരിക്ക് അങ്ങോട്ട് പോയപ്പോഴുള്ള വോൾട്ടേജ് ഇല്ലല്ലോ. മഹിഷാസുരൻ വല്ലതും പറഞ്ഞു? വേണി അല്പം ശബ്ദം താഴ്ത്തി ചോദിച്ചതും അത് മനസ്സിലാകാതെ മന്ത്ര അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. വേറെ ആരുമല്ല, നിന്റെ ഭർത്താവിനെ തന്നെയാ പറഞ്ഞത്. പോയ വഴിക്ക് നിന്നെ തല്ലുകയോ വല്ലതും ചെയ്തോ? വേണിയുടെ ചോദ്യത്തിന് അവൾ ഇല്ല എന്ന് തലയാട്ടി. നിന്റെ നാക്ക് വീട്ടിൽ പൂട്ടിവെച്ചിട്ടാണോ വന്നത്? ഇങ്ങനെ പാവാവല്ലേ. ഇത്രയും പാവമായി നിന്ന കണ്ണേട്ടൻ നിന്റെ തലയിൽ കയറി നിരങ്ങും. എനിക്കങ്ങനെ ആരോടും എതിർത്ത് സംസാരിച്ച് ശീലമില്ല. അമ്മാവൻ്റെ വീട്ടിലല്ലേ ഞാൻ നിന്നത്. അവിടെ എൻ്റെ ഒച്ച ഉയരാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും കാരണം നോക്കിയിരിക്കും അമ്മായി എന്നെ തല്ലാൻ. മന്ത്രിയുടെ വാക്കുകൾ കേട്ടതും അത്ര സമയവും പുഞ്ചിരിയോടെ നിന്ന വേണി ദുഃഖത്തോടെ അവളെ നോക്കി. സാരമില്ല, ഇവിടെ ആരും നിന്നെ തല്ലില്ല. എത്രയൊക്കെ ദേഷ്യക്കാരനാണെങ്കിലും കണ്ണേട്ടൻ ഇതുവരെ സ്ത്രീകളെ തല്ലിയിട്ടില്ല. കണ്ണേട്ടൻ്റെ ഭാര്യയെ തല്ലാനുള്ള ധൈര്യം ഇവിടെ മറ്റാർക്കും ഇല്ലതാനും. അതുകൊണ്ട് ഇനി നീ പേടിക്കണ്ട. വാ, നമുക്ക് പുറത്തൊക്കെ പോകാം. നീ ഇവിടുത്തെ കുളമൊന്നും കണ്ടിട്ടില്ലല്ലോ. അവളുടെ മനസ്സിനല്പം സമാധാനം കൊടുക്കാനായി വേണി അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. പതിവ് സ്ഥലത്ത് നിന്നും മാറി പുഴക്കരയിൽ ചെന്നിരിക്കുന്ന പാർത്തിയെ കണ്ടുകൊണ്ടാണ് വരുൺ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നത്? അവന്മാരോടൊപ്പം ഇരുന്ന ശരിയാവില്ല. അത് പറയുമ്പോൾ അവൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നത് മഹേഷിൻ്റെ വൃത്തികെട്ട നോട്ടമായിരുന്നു.